നമസ്തേ, എല്ലാവർക്കും ഇത് മൈൻഡ് വെൽനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സ്യൂസൻ കൗറന്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച് ആൻഡ് ഓതർ. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് വളരെയേറെ നല്ല ഫീഡ്ബാക്സുകളും അതുപോലെ തന്നെ നല്ല നല്ല ടോപ്പിക്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് തരാറുണ്ട്. അതിനെപ്പറ്റി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നൊരു മോട്ടിവേഷനാണ്. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ചെയ്യുന്നത്, സ്കേപ്പ് ഗോട്ട് ചൈൽഡ്. സ്കേപ്പ് ഗോട്ട് ഡോട്ടർ എന്നാണ് പറയുന്നത്. അത് കൂടുതലും പെൺകുട്ടികൾ ഇത് കുറച്ച് സഫർ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ എടുക്കുന്നത് സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ആൻഡ് നാർസിസിസ്റ്റിക് പാരൻ്റ് എന്നുള്ളതാണ്. നമ്മൾ ഈ നാർസിസിസ്റ്റിക് പാരൻ്റ് അല്ലെ ഒരു ഫാമിലിയിലുണ്ടാകുന്ന ആ ഡൈനാമിക്സ്, ആ റിലേഷൻഷിപ്പിലും അവരുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ ഡൈനാമിക്സും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ പല ടൈപ്പ് ഓഫ് കുട്ടികൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അതിൽ നമ്മൾ ഗോൾഡൻ ചൈൽഡ് ചെയ്തു കഴിഞ്ഞു. ഇനി സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ഉണ്ട്. ഇനി അടുത്തത് വരുന്ന ഒരു ഫൊർഗോട്ടൺ ചൈൽഡാണ്. അതല്ലെങ്കിൽ ഒരു നെഗ്ലക്റ്റഡ് അല്ലെങ്കിൽ ഇൻവിസിബിൾ ചൈൽഡ് എന്ന് നമ്മൾ പറയും. ഇവിടെ ഈ ഒരു സ്കേപ്പ് ഗോട്ട് ചൈൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവരാലും തഴയപ്പെട്ടിരിക്കുന്ന, എല്ലാവർക്കും ഇടാനുള്ളൊരു ചവിട്ടുകൊട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും ദേ ജസ്റ്റ് പുട്ട് എവറിത്തിങ് ഓൺ ദാറ്റ് ചൈൽഡ്. ഓൾവേസ് ബ്ലെയിംഡ് ഫോർ എവറിത്തിങ്. എല്ലാം ആ വ്യക്തിയുടെ കുറ്റമാണ്. ബാക്കിയുള്ളവരെല്ലാം എസ്കേപ്പ് ആവും. എല്ലാവരും വളരെ നല്ല ഇതാണ്, ആ കുട്ടി മാത്രം അതിന് മോശമാണ്. അതല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം ആ കുട്ടിയുടെ തലയിലാണ്. അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ ചില കുട്ടികൾ, ഇപ്പോൾ എനിക്ക് ടീൻസൊക്കെ വരെ അവർ സംസാരിക്കാൻ അവർ ഉപയോഗിക്കുന്ന വേർഡാണ് ഐ ആം ദ ബ്ലാക്ക് ഷിപ്പ് ഇൻ ദ ഹൗസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവനാണ് മോശക്കാരനായ കുട്ടി, അവനാണ് എല്ലാ പ്രശ്നക്കാരനും, എല്ലാ പ്രോബ്ലത്തിനും കാരണം, എല്ലാത്തിനും പ്രശ്നം അവനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച്. അതിനെയാണ് നമ്മൾ സ്കേപ്പ് ഗോട്ട് ചൈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു വീട്ടിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി, ഒരു പേരൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രദർ ആകാം, ഒരു സിസ്റ്റർ ആകാം, സിബ്ലിംഗ് ആകാം, പേരൻറ്റും ആകാം, ദർ ഈസ് നോ പ്രോബ്ലം. അതിനകത്തൊരു ചേഞ്ചും വരുന്നില്ല. മനസ്സിലായില്ലേ? ഈ ഒരു നമ്മളെ ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിൽ, ഈ സ്കേപ്പ് ഗോട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അത് സിബ്ലിങ്സ് ആകാം, പേരൻസും ആകാം. ഇനി ചിലയിടത്ത് ഒരു പേരൻ്റ് ആയിരിക്കാം, ചിലയിടത്ത് ബോത്ത് പേരൻസ് ആർ നാർസിസിസ്റ്റ് ആയിട്ടുള്ള അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. ഇനി ഒരു പേരൻ്റാണ് നാർസിസിസ്റ്റ് എങ്കിൽ മറ്റേ പേരൻറ്റിന് ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അതിപ്പോൾ ഗോൾഡൻ ചൈൽഡ് ആയാലും സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ആയാലും ഇൻവിസിബിൾ ചൈൽഡ് ആയാലും ഒക്കെ നമുക്ക് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഇല്ലാത്ത പേരൻറ്റ് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആണ്, സ്മാർട്ടാണ്, കാര്യങ്ങളെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് ഈ കുട്ടിയോട് സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, യു നോ ഹൗ യുവർ മദർ ഈസ്, ഓർ യു നോ ഹൗ യുവർ ഫാദർ ഈസ്. It's just like this, okay? You don't have to worry about that. It's not your fault, okay? Just handle it in a proper way. I'm here to help you. I'm here to support you. എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിക്ക് അതിൽ നിന്ന് പുറത്ത് കടന്ന് നല്ല രീതിയിൽ അതിൻ്റെ വ്യക്തിത്വത്തെ ബിൽഡ് ചെയ്തുകൊണ്ട് വരാനായിട്ട് പറ്റും. പക്ഷേ എന്നാൽ ഈ നോർമൽ എന്ന് നമ്മൾ കരുതുന്ന പേരൻ്റ് ഒരു ഡിപ്പെൻഡൻറ്റ് പേരൻറ്റോ അങ്ങനെ വല്ലതും ആണെങ്കിൽ, അതായത് ഒരു കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ദ പാർട്ട്ണർ ഫോർ എവറിത്തിങ്, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അത് ശരിയായിക്കൊള്ളണം എന്നില്ല. മനസ്സിലായില്ല? നമുക്ക് വിഷമം ഉണ്ടെങ്കിലും നമുക്കത് അങ്ങനെ അല്ല എന്ന് തോന്നുമെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ അതിനകത്ത് വലിയ കാര്യങ്ങളായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളത് ചെയ്തെന്ന് വരത്തില്ല. അപ്പോൾ ഇവിടെ ഒരു സ്കേപ്പ് ഗോട്ട് ചൈൽഡ് എന്ന് പറയുന്നത്, ഈ സ്കേപ്പ് ഗോട്ട് ചൈൽഡിൽ അവർക്ക് ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേരൻറ്റ്, അല്ലെങ്കിൽ അത് അമ്മയാകാം, അച്ഛനാകാം, ആ പേരൻറ്റ് അല്ലെങ്കിൽ ഒരു സിബ്ലിങ്ങും ആകാം. ഇവർ ആരാണോ ഈ NPD ഉള്ള ആൾ, ആ വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ ഇമോഷണൽ അബ്യൂസിലേക്ക് കൊണ്ടുപോകും. ഇമോഷണൽ അബ്യൂസ്, ചിലപ്പോൾ ഫിസിക്കൽ അബ്യൂസും എല്ലാം ആകും. ഇവിടെ അവരുടെ ഒരു ഇൻവാലിഡേഷനും ഒക്കെ ഇവർ ചെയ്യുന്ന എല്ലാത്തിനും നോ, എവറിത്തിങ് ഈസ് നോട്ട് റൈറ്റ്. ഈവൻ ഇഫ് അവർ നല്ല കാര്യം ചെയ്താൽ പോലും അതിന് എവിടെയെങ്കിലും ഒക്കെ ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ എപ്പോഴും ഒരു കുറ്റപ്പെടുത്തലിൻ്റെയും നമ്മളെ ഒരു എന്താ പറയുക, ആരെന്ത് ചെയ്താലും നീ മൂലമാണ് എല്ലാ കാര്യങ്ങളും, നീയാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിലേക്ക് ആക്കുന്ന ഒരു രീതിയാണ് ആ സ്കേപ്പ് ഗോട്ടിങ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു മാലിഗ്നൻ്റ് ആയിട്ടുള്ളൊരു പേരൻറ്റിൻ്റെ ഇതാണ് വരുന്നത്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പാരനോയ, ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള വരുന്ന മാലിഗ്നൻ്റ്, അതായത് മാരകമായ ഒരു സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ടൊരു ഹെല്ല് പോലെ ആയിരിക്കും. ഹെല്ലിഷ് രീതിയിലാണ് ഈ കുട്ടി പിന്നെ അനുഭവിക്കുന്നത്. അപ്പം ഒരു ഇമോഷണൽ ഒരു ഹാമർ വെച്ച് ഇമോഷണൽ ഈ ബോംബ്സ് ഒക്കെ ഇങ്ങനെ ഇടുന്ന പോലെയാണ് കുട്ടിയുടെ തലയിലേക്ക് വന്ന് വീഴുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തി, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്കേപ്പ് ഗോട്ടിങ് അവിടെ നടക്കുകയാണെങ്കിൽ, അപ്പോൾ അവരിങ്ങനെ ചിലപ്പോൾ ഒരു ഗോൾഡൻ ചൈൽഡ് ഉണ്ടെങ്കിൽ ഒരു സ്കേപ്പ് ഗോട്ടും ആണെങ്കിൽ ഈ കുട്ടി ഭയങ്കരമായിട്ട് സഫർ ചെയ്യും. കാരണം ലുക്കിംഗ് അറ്റ് എ ഗോൾഡൻ ചൈൽഡ്, ദ ചൈൽഡ് ഫീൽസ് ദാറ്റ് ഹുവാമായി, ഞാൻ ഇവരുടെ കുട്ടി അല്ലേ, എനിക്കെന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ഇങ്ങനെ
എന്നുള്ള രീതിയിൽ വരിക്കും. ഇതിനകത്ത് ചിലപ്പം ഈ ഒരു സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്ന കുട്ടി ചിലപ്പോൾ ഫസ്റ്റ് ബോൺ ആകാം, സെക്കൻഡ് ബോൺ ആകാം, ഇത് യങ്ങസ്റ്റ് വണ്ണും ആകാം. അതിന് അങ്ങനത്തെയുള്ള മാറ്റങ്ങളില്ല. ചിലപ്പം അത് ആ പേരൻറ്റിന് നമ്മളോട് ചിലപ്പോൾ നമ്മുടെ അപ്പിയറൻസിലായിരിക്കും അവർക്ക് പ്രശ്നം വരുന്നത്, അതല്ലെങ്കിൽ നമ്മളുടെ രീതികൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല, അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കാം. ഇനി ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ പേരൻറ്റ് ഈ കുട്ടിയെ ഇങ്ങനെ സ്കേപ്പ് ഗോട്ട് ആക്കുമ്പോൾ ഒരു കാര്യം അവരെപ്പോഴും ശ്രദ്ധിക്കും. ഇവർ നല്ലപോലെ അബ്യൂസ് ചെയ്യും, അവർ ബുള്ളി ചെയ്യും, അതുപോലെ തന്നെ അവരെ നമ്മൾ പറയും ടീസ് ചെയ്യുക, അവരെ ടീസ് ചെയ്യും. അതുപോലെ ഏത് സമയത്തും കൊടുക്കുന്ന ഒരു മെസ്സേജ്, യു ആർ നോട്ട് ഗുഡ് ഇനഫ്, യു ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് എബിലിറ്റി, ഈവൻ ഇഫ് യു ഹാവ് സംതിങ് ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് അതേഴ്സ് ഹെൽപ്പ്. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്. നിനക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുന്നതൊന്നും നീ ഡിസേർവ് ചെയ്യുന്നതല്ല. ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങൾ നല്ല മനുഷ്യരായതുകൊണ്ടും നിന്നെ കെയർ ചെയ്തുകൊണ്ടും കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടായി, എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ ഞാനും തമ്മിലുണ്ടാകുന്ന ഇഷ്യൂസിൽ എല്ലാത്തിനും പ്രശ്നം നീ കാരണമാണ്, നീ എന്നുണ്ടായ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി വീട്ടിൽ വന്ന് നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്, ഈ കുട്ടി മിക്കവാറും അതെടുത്തിടുന്നത് മുഴുവൻ ഈ സ്കേപ്പ് ഗോട്ട് കുട്ടിയുടെ മുകളിലേക്കായിരിക്കും. നമ്മുടെ ഫ്രസ്ട്രേഷൻസ്, നമ്മുടെ ഇറിറ്റേഷൻസ്, നമ്മുടെ എല്ലാം അനുഭവിക്കുന്നത് ഈ സ്കേപ്പ് ഗോട്ടുള്ള കുട്ടിയായിരിക്കും. പലപ്പോഴും അനുഭവിക്കുന്നത് അവരായിരിക്കും. അവർക്ക് പല കാര്യങ്ങളിലും ഒരു എന്താ പറയുക, ഒരു കൺസിഡറേഷനോ ഒരു നല്ല രീതിയിലുള്ള ഇതൊന്നും ഇത് കൊടുക്കില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ ഒരു സ്കേപ്പ് ഗോട്ടുള്ള കുട്ടിക്ക് വീട്ടിലെ വസ്തുവകകൾ ഭാഗം വയ്ക്കുമ്പോൾ പോലും അവർ വലുതാകുമ്പോൾ അവർക്കത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ അവർക്ക് കിട്ടത്തുള്ളൂ, ഒരേപോലെ അവരെ കൺസിഡർ ചെയ്യത്തുമില്ല. ഇത് ഞാൻ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതല്ലാതെ ചില കുട്ടികളുണ്ട്, അവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ അല്ലെങ്കിൽ ADHD അല്ലെങ്കിൽ കോണ്ടാക്ട് ഡിസോർഡറോ ഒക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ അമ്മമാർക്ക് ഫ്രസ്ട്രേഷൻ വന്നിട്ടോ അച്ഛന്മാർക്ക് ഫ്രസ്ട്രേഷൻ വന്നിട്ടോ അയ്യോ നിന്നെ കൊണ്ട് തോറ്റു ഇതെന്ന് പറയുന്ന ആ ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ഈ വീഡിയോസൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എൻ്റെ അമ്മ അച്ഛനും എന്നോട് അങ്ങനെ പെരുമാറിയല്ലോ, അതുകൊണ്ട് ഇനി അവരങ്ങനെയാണോ എന്നുള്ള ചിന്തയിലേക്ക് പോകരുത്. കാരണം അതൊരു NPD, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്കേപ്പ് ഗോട്ട് ഉണ്ടെങ്കിലാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ഈ ടീനേജേഴ്സും അവരുമായിട്ടുള്ള സെഷൻസിലൊക്കെ ഇരിക്കുമ്പോൾ അവരിങ്ങനെ പറയും, ഐ ആം ദ ബ്ലാക്ക് ഷീപ്പ്, ഐ ഓൾവേസ് ബീൻ ബ്ലെയിംഡ്, ഐ ഓൾവേസ് ബീൻ പുട്ട് ഡൗൺ എന്നൊക്കെയുള്ള പറയുമ്പോൾ നമ്മൾ പതുക്കെ അത് കയറി പേരൻസിലേക്കൊക്കെ ചെന്ന് അവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കുന്ന ആ ഒരു ഡൈനാമിക്സിൽ നിന്നാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് വരുന്നത്. അല്ലാതെ ജനറലി നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കേപ്പ് ഗോട്ട് ആയിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടിയെ എല്ലാ പേരൻസും നമ്മളെപ്പോഴും അറിയണം, ഒരു കുട്ടിക്ക് ബയോളജിക്കലി എല്ലാ റൈറ്റ്സും ഉണ്ട് ഒരു കെയറിങ് കിട്ടാൻ, ബയോളജിക്കൽ കെയർ കിട്ടാനും അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് കെയർ കിട്ടാനും, അല്ലേ, അവരുടെ മെൻ്റൽ, അതായത് നമ്മൾ അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അതുപോലെ ഫിസിക്കൽ നീഡ്സ്, ഇതിനെല്ലാം കെയർ കിട്ടാനും അവർക്ക് വളരെയേറെ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ ആരാണോ അവർക്കത് കൊടുക്കേണ്ടത്, ഒരു റൈറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവർക്ക് കൊടുക്കേണ്ടത്, അവരാണ് ഇവരെ അബ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് അവർക്ക് പേരൻസ് എന്ന് പറയുന്നത് അവിടെ ഇല്ല, കുറേ അബ്യൂസേഴ്സ് മാത്രമേ അവിടെ ഉള്ളൂ. ദ പ്രസൻസ് ഓഫ് അബ്യൂസേഴ്സ് ആൻഡ് ദർ ഇസ് നോ പേരൻറ്റിങ്. പേരൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് ജന്മം കൊടുത്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് അവരുടെ പേരൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. പേരൻസ് അങ്ങനെ പെരുമാറില്ല. അപ്പോൾ അവിടെ പേരൻസ് അല്ല, കുറേ അബ്യൂസേഴ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ അബ്യൂസിൽ അവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, ഈ കുട്ടിയെ അവർ ചൂസ് ചെയ്യുന്നതാണ്. അവർ ചിലപ്പം ഓക്കെ ഞാനിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ചൂസ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, അവർക്കറിയാം ഏത് കുട്ടിയെ സ്കേപ്പ് ഗോട്ട് ആക്കണമെന്ന്. ഈ സ്കേപ്പ് ഗോട്ട് ആക്കുന്ന കുട്ടിക്ക് വളരെയേറെ എമ്പത്തറ്റിക് ആയിരിക്കും ഈ കുട്ടി. എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും കരുതൽ, എല്ലാവരോടും നല്ല ഒരു നനുത്ത ഫീലിംഗ് ഒക്കെ ഉള്ളൊരു കുട്ടിയായിരിക്കും. എല്ലാവരും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം. ഇനി അതുപോലെ തന്നെ അവർക്ക് ദേ ഓൾവേസ് വോണ്ട് ടു കെയർ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്കോട് കരുതലുള്ള ഒരു കുട്ടിയായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു കുട്ടിയായിരിക്കും പലപ്പോഴും ഈ സ്കേപ്പ് ഗോട്ട് ആയിട്ട് ഇന്ന് സഫർ ചെയ്യുന്നത്. ഇനി ഈ സ്കേപ്പ് ഗോട്ട് ആയിട്ട് സഫർ ചെയ്ത് ആ കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഈ നാർസിസിസ്റ്റിക് പേരൻ്റ് എപ്പോഴും ശ്രദ്ധിക്കും, ഞാൻ കൊടുക്കുന്ന ഈ ഒരു അബ്യൂസ് അത് ഒരു ലെവൽ കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് താങ്ങാൻ പറ്റാതെ കുട്ടി അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കും. കാരണം ഇവർക്ക് എപ്പോഴും ഒരാൾ വേണമല്ലോ ആ സ്കേപ്പ് ഗോട്ടിങ്ങിലേക്ക് വേണ്ടത് കൊണ്ട് ദേ മെയിൻറ്റെയിൻ ദാറ്റ്. അത്രയ്ക്ക് അങ്ങോട്ട് പോകത്തില്ല, പക്ഷേ അവർ ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ അവർ കുറച്ച് കാര്യങ്ങളും കൂടെ അവർ ഇൻഡ്യൂസ് ചെയ്യും. അതായത് നിന്നെ ഞങ്ങൾ കരുതുന്നുണ്ട്, നിനക്ക് ഒരു പേരൻ്റ് എന്ന രീതിയിൽ ഞാൻ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ നീയാണ് പ്രശ്നം. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ ഇത് ഈ കുട്ടിയുടെ ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് കയറിയിട്ട് ആ ഒരു ഹാബിച്വലായിട്ട് കുട്ടി ഇതിങ്ങനെ തന്നെ പോകും. അപ്പോൾ അവരെ ഞാനാണ് പ്രശ്നം, ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, കണ്ട് അവർക്കൊക്കെ കിട്ടുന്നുണ്ട്, ബാക്കി എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനൊക്കെ കിട്ടുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും പേരൻസ് എല്ലാം ചെയ്യുന്നുണ്ട്, എനിക്കില്ലാത്തത് ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നിട്ട് ഇവർ ചില ഏരിയാസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കലി ഫീൽ ദാറ്റ് ഓക്കെ ദർ ഇസ് എ പ്രോബ്ലം ഇൻ മീ. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടി എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അറ്റൻഷൻ സീക്കറാവും. ഐ നീഡ് അറ്റൻഷൻ, ഐ നീഡ് ടു
get the attention from my parents or get the attention from whoever it is who's doing this to me, the scapegoating ചെയ്യുന്നവരില്ലെന്ന്. അപ്പം നമ്മളൊരു ഗോൾഡൻ ചൈൽഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛനെയും അമ്മയും പ്രീതിപ്പെടുത്താനായിട്ട് അവർ ആ അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, ഒരു കുട്ടിയെ പറ്റിയുള്ള പ്രതീക്ഷകളെ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗോൾഡൻ ചൈൽഡ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ആ സ്ട്രെസ് എടുക്കുമ്പോൾ സ്കേപ്പ് ഗോട്ട് ചൈൽഡ് എന്താണ് ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും ഐ നീഡ് ടു പ്രൂവ് മൈ പേരൻസ് റോങ്. എനിക്ക് അവർ ചിന്തിക്കുന്നതല്ല ഞാനൊരു ബെറ്റർ ആളാണ്, ഞാൻ മിടുക്കിയാണ്, ഞാൻ മിടുക്കനാണ് എന്നുള്ള രീതിയിലേക്ക് നോ ഐ നീഡ് ടു പ്രൂവ് ദം റോങ്, ഐ നീഡ് ടു പ്രൂവ് ദം റോങ്, ഐ നീഡ് ടു പ്രൂവ് ദം റോങ്. ഈ രീതിയിൽ ഇങ്ങനെ ആയിട്ട് ഇവർ കൂടുതൽ ട്രൈ ചെയ്യും നല്ല രീതിയിൽ വരാനായിട്ട്. പക്ഷെ പലപ്പോഴും ഒരിക്കലും ഇതൊരു ഡെഫ് ഇയറിലേക്കോ അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് ഐയിലേക്കൊക്കെയാണ് പോകുന്നത്. അവർക്കത് കാണാൻ പറ്റത്തില്ല. അവർ കണ്ടാലും അത് സമ്മതിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ സ്കേപ്പ് ഗോട്ട് പോകാനായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഇനി എന്തെങ്കിലും വിധത്തിൽ ഇപ്പം നമുക്ക് ചിലപ്പം നമ്മുടെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഒന്ന് ബിൽഡ് ചെയ്ത് നമ്മൾ ആ സ്കേപ്പ് ഗോട്ടിൻ്റെ അത് നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്ട്രോങ് ആയിട്ട് കുറച്ചൊരു കോൺഫിഡൻസ് ഒക്കെ പിടിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഗെറ്റ് സോ വൈൽഡ്. ദ പേരൻസിന് അത് ടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആരാണോ ആ നാർസിസിസ്റ്റിക് പേരൻ്റായിട്ടുള്ളവർക്ക് അവർക്കത് ടേക്ക് ചെയ്യാനേ പറ്റില്ല. ദേ ജസ്റ്റ് ബിക്കം റിയലി കംപ്ലീറ്റ്ലി അവർ ഭയങ്കരമായിട്ട് ഇതാകും. അവർക്ക് ഇമോഷണലി അവർ ഭയങ്കരമായിട്ട് ഔട്ട് ബേസ്റ്റ് ആകും. അവർ മേക്ക് ഷുവർ ദാറ്റ് ദ ചൈൽഡ് ഇസ് മോർ സ്കെയർഡ് ആൻഡ് മോർ ദിസ് നെക്സ്റ്റ് ടൈം ഹി വിൽ നോട്ട് ഓർ ഷീ വിൽ നോട്ട് കം അപ്പ് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എൻ അപ്രോച്ച്. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് വരാൻ പാടില്ല. അവരെപ്പോഴും സബ്മിസീവായിട്ട് അണ്ടർ ദെയർ ആ ഒരു ടോർച്ചറിങ്ങിൽ ജീവിക്കണം എന്നുള്ള രീതിയിലാക്കുന്ന ഒരു കുട്ടിയാണ് ഈ സ്കേപ്പ് ഗോട്ട്. ഇതിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത് ചിലത് ഈ എക്സ്ട്രീം കേസുണ്ട്. അത് മാലിഗ്നൻ്റ് ആയിട്ടുള്ള നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ താഴെ ഇങ്ങ് വരെ വരാം. അപ്പോൾ ചെറിയൊരു അളവ് തൊട്ട് വലിയ അളവ് വരെ ഇതിൻ്റെ ഒരു വേരിയേഷൻസ് ഉണ്ട്, നമ്മൾ കാണാറുണ്ട്. അത് ചിലത് ഒരു മീഡിയം ഒക്കെ വരികയാണെങ്കിൽ ഞാൻ പറയും അവരെ ആ സ്കേപ്പ് ഗോട്ടിങ്ങിൽ തന്നെ ഇട്ടിട്ട് എപ്പോഴും അവർക്കൊരു ഫീലിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കും. ലൈക്ക് യു ആർ നോട്ട് ഗുഡ് ഇനഫ്, യു ആർ ദിസ്, യു ആർ ദാറ്റ്. അപ്പം എന്തറിയും ആ കുട്ടി അമ്മയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അച്ഛൻ്റെ കാര്യം, ഇപ്പോൾ ഒരു അമ്മയാണ് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ സ്കേപ്പ് ഗോട്ടിങ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദറിൻ്റെ രീതിക്കനുസരിച്ച് മദറിനെ പ്ലീസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ഈ കുട്ടി മാറുന്നു. അപ്പോൾ അതിലേക്ക് ഈ കുട്ടി കൂടുതലായിട്ട് ഇങ്ങനെ എഫക്റ്റ് എടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും അത് റിജക്ഷനാണ് വരുന്നത്. നോ വാട്ട് ഇസ് ദിസ് യു ഹാവ് ഡൺ, ദിസ് ഇസ് നോട്ട് ഗുഡ് ഇനഫ്, യു ഡോണ്ട് ഹാവ് എനി സ്കിൽസ്, യു ഡോണ്ട് ഹാവ് എനി എബിലിറ്റി. ആൻഡ് ഇപ്പം അവർക്കൊരു മൂത്ത കുട്ടി അല്ലെങ്കിൽ ഗോൾഡൻ ചൈൽഡിനെ കാണിച്ചിട്ട് ചിലപ്പോൾ അവനോട് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും, നീ അവൻ്റെ സെർവൻ്റ് ആയിട്ട് പോയിരിക്കാനുള്ള കപ്പാസിറ്റി പോലും നിനക്കില്ല, ഫ്യൂച്ചറിലൊക്കെ നീ അവൻ്റെ വല്ല തുണി തഴുകി കൊടുക്കുകയോ തേച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്, എടാ ഇവനെയും കൂടെ ഒന്ന് നോക്കിക്കോടെ. ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലേക്കൊക്കെ ഈ സ്കേപ്പ് ഗോട്ട് ചിൽഡ്രൻ, അത് തമാശയ്ക്ക് പറയുന്നതല്ല ഞാൻ പറയുന്നത്, ഇത് റെഗുലർ ആയിട്ടുള്ള ഒരു അബ്യൂസീവ് രീതിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തമാശയ്ക്കൊക്കെ പിള്ളേരെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വരിക, അതുപോലെ തന്നെ ഇവർക്ക് ഈ വൾഗർ ലാംഗ്വേജസ് ഉപയോഗിക്കുക, കുട്ടികളുടെ നേരെ വളരെയേറെ അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജസും എല്ലാം ഉപയോഗിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് പേരൻസ്. അതല്ലെങ്കിൽ കംപ്ലീറ്റ് റിജക്ഷൻ കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ കുട്ടി വീണ്ടും വരുമ്പോൾ അമ്മ എന്നെ റിജക്റ്റ് ചെയ്തു, അച്ഛൻ എന്നെ റിജക്റ്റ് ചെയ്തു, ഐ നീഡ് ദർ അറ്റൻഷൻ എന്നുള്ള. അപ്പോൾ ഈ കുട്ടികൾക്ക് മെയിനായിട്ട് വരുന്ന അവരുടെ സെൽഫ് വർത്ത് ലോ ആകും, അവർക്ക് കംപ്ലീറ്റ് സെൽഫ് വർത്ത് ഉണ്ടാകത്തില്ല. അതുപോലെ സെൽഫ് ഡിഫീറ്റിംഗ് ബിലീവ്സ്, എന്നെ കൊള്ളത്തില്ല, എന്നെ കാണാൻ കൊള്ളത്തില്ല, എനിക്കൊരു കഴിവുമില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എവിടെ ചെന്നാലും എനിക്ക് കുറ്റമാണ്, ഞാൻ എന്ത് പറഞ്ഞാലും കുറ്റമാണ്, എങ്ങോട്ട് തിരിഞ്ഞാലും എനിക്ക് പ്രശ്നങ്ങളാണ്, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും എനിക്ക് പ്രശ്നങ്ങൾ ചാടുന്നത്. വലുതായി കഴിയുമ്പോഴും നമ്മൾ ഇതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു വലുതായിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത, എന്തെങ്കിലും കാര്യമൊന്നും ഇനീഷ്യേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എപ്പോഴും ആരുടെയെങ്കിലും പോലെ അപ്രൂവൽ സീക്കേഴ്സായിട്ടുമൊക്കെ നമ്മൾ മാറുന്നു. അപ്പം അവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പുറത്ത് കിടക്കാൻ പറ്റില്ല. ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം പോലെയോ അതല്ലെങ്കിൽ ഒരു ട്രോമ ബോണ്ടിങ് പോലെയാകുന്നു. അപ്പോൾ നമ്മൾ ഈ അറ്റൻഷൻ സീക്കിങ് ബിഹേവിയറിലേക്ക് പോയി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. ഇനി അഥവാ അവരുടെ അറ്റൻഷൻ കിട്ടില്ല, നമ്മൾ ഇനി നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്തിട്ട് അറ്റൻഷൻ കിട്ടാൻ നോക്കും. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാം, അപ്പോൾ തന്നെ ഇവരുടെ എന്തായാലും എനിക്ക് ട്രോമയാണ്, എന്തായാലും എനിക്ക് അബ്യൂസസ് ആണ് വരുന്നത്, പക്ഷേ എനിക്കിതൊരു അറ്റൻഷൻ ഇങ്ങനെ കിട്ടുമല്ലോ, അവരെന്നെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു. ഞാനിത് നെഗറ്റീവായിട്ട് ചെയ്യുമ്പോൾ അവർ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്നോട് ചോദിക്കുന്നു. അപ്പോൾ എനിക്ക് അവിടെ ആ ഒരു രീതിയിലുള്ള ഒരു പൊസിഷൻ കിട്ടും, ഒരു അറ്റൻഷൻ കിട്ടും എന്നുള്ള രീതിയിൽ അവർ നെഗറ്റീവിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ളൂ. ഇങ്ങനെയുള്ള കുട്ടികൾ പലപ്പോഴും റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ, അതായത് കല്യാണത്തിന് മുമ്പോ കല്യാണത്തിന് ശേഷമൊക്കെ റോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എപ്പോഴും അവർ ആ അപ്രൂവൽ സീക്കിങ് ആയതുകൊണ്ട്. ഇനി വളരെയേറെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ഇത് അവർ അഡൽട്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന, അവർ മാരേജ് കഴിഞ്ഞ് കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ആൺകുട്ടിയാണ് എങ്കിൽ ആ ആൺകുട്ടിയുടെ അമ്മ
ഇങ്ങനെയൊരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയാണെങ്കിൽ ഈ ആൺകുട്ടി എപ്പോഴും അതിനെ സ്കേപ്പ് ഗോട്ടായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്കേപ്പ് ഗോട്ടായിട്ടുള്ള ചൈൽഡ് എപ്പോഴും അമ്മയ്ക്ക് ഇതിലേറ്റവും അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാർസിസിസ്റ്റിക് പേരൻറ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ഒരു അവസ്ഥ വന്ന് കഴിയുമ്പോൾ ഒരു പ്ലേസിൽ ഒരു ഇവർ അഡൾട്ടായി ഇവർ ജോലിയിലോ അല്ലെങ്കിൽ ഇവർ ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഈ മദർ അല്ലെങ്കിൽ ഈ ഫാദർ അതിന് മുമ്പും ഈ സ്കേപ്പ് ഗോട്ട് ചൈൽഡ് വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ. മേ ബി ഫോർ ഈവൻ ദ ഗോൾഡൻ ചൈൽഡ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഈ സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ ദ മദർ ഈസ് എക്സ്പെക്ടിങ് ദ സ്കേപ്പ് ഗോട്ട് ചൈൽഡ് ടു ഡു എവറിത്തിങ് ഫോർ ഹെർ. ഓക്കെ, അപ്പം വളരെ ബാഡായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്, എവറിത്തിങ് ഈസ് ബാഡ്. പക്ഷെ മദർ പറയുന്നതിൻ്റെ ബിയോണ്ട് പോകാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം ഇവർക്ക് മദറിനെ പ്ലീസ് ചെയ്യണം. ഐ നീഡ് ടു ഗെറ്റ് അപ്രൂവൽ. ഇഫ് ഐ പ്ലീസ് ഹർ ഷീ മേ അപ്രൂവ് മീ. അപ്പോൾ ഈ രീതിയിലായിരിക്കും കുട്ടിയുടെ ബ്രെയിനിലേക്ക് അത് ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം അഡൾട്ട് ആയിക്കഴിഞ്ഞ് ഒരു കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴും വൈഫ് വരുമ്പോൾ വൈഫിനൊക്കെ ഇത് ബുദ്ധിമുട്ടായിട്ട് ഇവർ നോക്കുമ്പോൾ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് വളരെ ബാഡായിട്ടാണ്, എന്നെപ്പോലും വളരെ ബാഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ വെൻ ഐ ലുക്ക് അറ്റ് മൈ ഹസ്ബൻഡ് ഈസ് ഗോയിങ് ബിഹൈൻഡ് മൈ മദർ ബിഹൈൻഡ് ഹിസ് മദർ ഓൾ ദ ടൈം, പ്ലീസിങ് ഹെർ, ഡൂയിങ് തിങ്സ് ഫോർ ഹെർ, മേക്കിംഗ് ഹെർ ഹാപ്പി ആൻഡ് എവറിത്തിങ്. ആൻഡ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് നിങ്ങളുടെ മാരേജിൽ പിന്നെ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം അവിടെ വരുന്നത് നിങ്ങളുടെ മദറിനെ പ്ലീസ് ചെയ്യാൻ. യെസ്, യു ഹാവ് ബീൻ എ സ്കേപ്പ് ഗോട്ട് ഓൾ ത്രൂ ഔട്ട് യുവർ ലൈഫ്. ആൻഡ് when you are adult and mother is become weak, and when you do something you feel so great, like look at me, I'm doing something for you, never approved me, you never give this kind of an acceptance to me എന്ന് പറയുന്നിടത്ത് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ഐ എം ഡൂയിങ് സംതിങ് ഗ്രേറ്റ് എന്നുള്ള ഫീലിംഗ് വരും. അപ്പോൾ ഇവർ മോർ ആൻഡ് മോർ ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഫാമിലിയിൽ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിനി എത്ര ചെയ്താലും നിങ്ങളുടെ മദർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകത്തില്ല. ഷീ വാണ്ട്സ് മോർ ആൻഡ് മോർ ആൻഡ് ഷീ വിൽ ബി മേക്കിംഗ് ഷുവർ ദാറ്റ് സം പോയിന്റ് ഷീ വിൽ ഗിവ് യു ദാറ്റ് കൈൻഡ് ഓഫ് എ ഫീൽ. ഒരു കൊട്ടോ ഒരു ഇതോ തന്ന ഒരു ഇമോഷണൽ ഹേർട്ട് അവിടെ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് സാധാരണ നമ്മൾ കാണാറുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെയാണ് ഈ അമ്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ നാർസിസിസ്റ്റിക് ഡിസോർഡർ ഉള്ള വ്യക്തി ഈ വ്യക്തിയെ കാണുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്, നോട്ട് ആസ് എ പേഴ്സൺ. ആൻ ഒബ്ജക്റ്റ് ഹും ഷീ ക്യാൻ കൈൻഡ് ഓഫ് എന്താ പറയുക പ്ലേ വിത്ത് അവരുടെ ഇമോഷണൽ ഇതും അവരെ അഫക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ രീതിയിൽ അവർക്ക് പ്ലഷർ ഉണ്ടാകുന്ന രീതിയിൽ. ഇത് വളരെ വേദനാജനകമായ കാര്യം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർക്കൊരു പ്ലഷർ കിട്ടുന്നു എന്നുള്ളതാണ്. ഈ നാർസിസിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പേരൻറ്റിന് ഒരു പ്ലഷർ കിട്ടുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവൻ അഡൾട്ട്ഹുഡിലേക്ക് പോയാൽ ഇത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും. സെൽഫ് ഡിഫീറ്റിംഗ് ബിലീവ്സ് ഒരിക്കലും നിങ്ങളെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തില്ല. ഇനി അതിനെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് വരണമെന്ന് വിചാരിച്ചാൽ തന്നെ വീണ്ടും നിങ്ങൾ ആ ഒരു വേൾപൂളിലേക്കായി പോകും. മദറിനെ പ്ലീസ് ചെയ്യുക, അല്ലെങ്കിൽ ആരാണോ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അയാളെ പ്ലീസ് ചെയ്യുക, എന്നിട്ട് പിന്നെ വളരെ വേറെ വലിയ വിജയഗാഥകൾ പറഞ്ഞു കൊടുക്കുക. എന്നെ ഇങ്ങനെയായിരുന്നു, ബട്ട് ഇപ്പം ഞാൻ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, കണ്ടില്ലേ ആ ഒരു ഫീല്, അതെനിക്ക് അപ്രൂവൽ കിട്ടുന്ന ഒരു ഫീലിങ്ങിന് തുല്യമാകുന്നത് കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ വരുന്ന ഒരു സ്കേപ്പ് ഗോട്ട് ചിൽഡ്രൻ ഇതെല്ലാം സഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഇഷ്യൂസ് എല്ലാം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവരുടെ ഒരു ഇമോഷണൽ മേക്കപ്പ്, മെൻ്റൽ മേക്കപ്പ് ഒന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല. അവർക്ക് മെൻ്റൽ ഹാർഡിനെസ് ഒന്നും അധികം ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കാണില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുറത്ത് കിടക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡിറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ആസ് എ ചൈൽഡ് യു കനോട്ട് ഡിറ്റാച്ച്, ബട്ട് വെൻ ആസ് യു ഗ്രോ ഓൾഡർ you need to identify, you need to understand this, and as quickly as possible you need to detach. If you can do it by yourself, it's fine. With your friends or family or someone's help, you can do it, it's fine. But if you cannot, please seek help. A good therapist can always help you to get out of that relationship, not having any kind of a damage to the entire system of your relationship, but you can be saved, you can take care of yourself, and you can lead a good life. But when you are seeking help, seek help from authentic and experienced therapists, because everybody is not experienced to deal with narcissistic personality disorders and its kind of interplay and all this dynamics. So please make sure that you take care of your life, and if you are a scapegoat child, if you think you are one, please seek help and get out of it. God bless you.